بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആധുനികമായ നാണയങ്ങൾ, ഇന്നത്തെ മോഡേൺ കറൻസി, ഇന്നത്തെ പേപ്പർ നോട്ട് അങ്ങനെയൊക്കെ പറയും. ഇതില് സക്കാത്ത് ബാധകമാകുമോ ഇല്ലയോ, അതുപോലെ തന്നെ അതിന്റെ നിസാബ്, അതിന്റെ ആ ഒരു സക്കാത്ത് എത്തുന്ന നിലയെ കുറിച്ച് പറഞ്ഞല്ലോ, അത് എത്രയാണ്. അതുപോലെ തന്നെ ഈ നമ്മളെ കയ്യിലിരിക്കുന്ന പൈസ, നമ്മളെ ഈ ബാങ്ക് ബാലൻസിലുള്ള ഈ പൈസ, അതിലേക്ക് മറ്റു മാർഗങ്ങളിൽ കൂടി ഇതേ ജിൻസായ, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ആയിട്ടുള്ള അതേ ജിൻസിൽപ്പെട്ട മറ്റ് ഇതുപോലെ സേവിങ്സ് കയറി വന്നാല്, ഇൻകം ആയിട്ട് കയറി വന്നാല് ഇതിനെ എങ്ങനെയൊക്കെ കണക്കാക്കണം എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചായിരിക്കും ഞാൻ ഇവിടെ സംസാരിക്കുന്നതാകാം. അപ്പൊ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സക്കാത്ത്, അത് നമ്മൾ ഫിഖിന്റെ കിതാബുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ദഹബും ഫില്ലത്തുമാണ്. അതായത് സ്വർണ്ണ നാണയങ്ങള്, അല്ലെങ്കിൽ സ്വർണത്തിന്റെ കഷ്ണങ്ങള്, അല്ലെങ്കിൽ അതുപോലെ തന്നെ വെള്ളി നാണയങ്ങള്, ആ വെള്ളിന്റെ കഷ്ണങ്ങള്, അതിൽ എപ്രകാരമാണ് സക്കാത്ത് ബാധകമാകുക, അതിന്റെ നിസാബ് എപ്രാണത്താണ് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചാണ് നമുക്ക് പഴയ പണ്ഡിതന്മാര് അവര് ചർച്ച ചെയ്ത കിതാബുകളിലുള്ള ഓരോ ചർച്ചകളും കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു ഇല്ലത്ത്, ഈ സ്വർണമായിക്കോട്ടെ വെള്ളി ആയിക്കോട്ടെ, അതിന്റെ ഇല്ലത്തായിട്ട് അവര് പറയുന്നത് അത് പണ്ടുകാലം മുതലേ അത് സമനായിരുന്നു. സമന് എന്ന് വെച്ചാൽ എന്താണ്, അതിനൊരു സ്വയം മൂല്യമുണ്ട്. ഇപ്പൊ ഒരു ഗോൾഡ് കോയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിൽവർ കോയിൻ ആയിക്കോട്ടെ, അതിനൊരു സ്വന്തമായ എന്തുണ്ട്, ഒരു മൂല്യമുണ്ട്. ജനങ്ങള് തുടക്കകാലം മുതലേ, ആരംഭകാലം മുതലേ എല്ലാ അവരുടെ ഡീലിങ്സിലും, ഇടപാടുകളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തു, ഒരു കൊമോഡിറ്റിയാണ് ഗോൾഡും സിൽവറും. അപ്പൊ അതില് സക്കാത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ ആർക്കും തന്നെ എന്തില്ല, തർക്കമില്ല. ഇപ്പൊ നമ്മൾ ഇമാമിയങ്ങളെ ഓരോ ഉദ്ധരണികള് അതൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ഈ കാരണങ്ങൾ കാണാൻ സാധിക്കും. ഇത് സമനാണ്, ഇതിനൊരു സ്വമേധയാ ഒരു മൂല്യമുണ്ട്. ജനങ്ങൾ ഇത് പൊതുവായിട്ട് എന്തായിട്ട് ഉപയോഗിച്ചതാണ്, ഇടപാടുകൾക്ക് ഉപയോഗിച്ചതാണ്. അപ്പൊ അവിടെയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ എന്ത് കയറി വരുന്നത്, നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേപ്പർ കറൻസി കയറി വരുന്നത്. അപ്പൊ അവിടെ ചോദ്യം വരും, അപ്പൊ ഈ പേപ്പർ കറൻസിയിൽ സക്കാത്ത് ഉണ്ടോ ഇല്ലയോ, അതിനെങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഈ പേപ്പർ കറൻസിന്റെ ഒരു പശ്ചാത്തലം, അതിലൊരു ബാക്ക്ഗ്രൗണ്ട്, അതിലേക്ക് എന്തായാലും പോകേണ്ടതുണ്ട്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കറൻസി പേപ്പറുകൾ ഇതൊരു കടപ്പത്രമായിട്ടാണ് എന്താക്കുന്നത് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് എന്റെ അടുക്കൽ ഒരു 10 സ്വർണ്ണ നാണയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു 10 വെള്ളി നാണയങ്ങളുണ്ട്. അതിന്റെ വാല്യൂ എത്ര ആയിക്കോട്ടെ, ഞാനത് കൊണ്ടുപോയിട്ട് ഒരാളെടുത്ത് അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെടുത്ത് അത് പോയിട്ട് എന്താക്കുന്നു, അതിനെ നിക്ഷേപിക്കുന്നു. അപ്പൊ അതിന് പകരം അയാൾ എന്ത് തരുന്നു, എനിക്കൊരു റിസീറ്റ് എഴുതി തരുന്നു. അപ്പൊ അതൊരു എന്തായിട്ട് മാറി, ഒരു കടപ്പത്രമായിട്ട് മാറി. അപ്പൊ ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ഈ പൈസ, ഈ നാണയങ്ങള് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നു, അയാള് എനിക്കൊരു കടപ്പത്രം പോലെ എഴുതി തരുന്നു. അപ്പൊ ഇതിന്റെ ആദ്യകാല ഉപയോഗം ഇങ്ങനെയായിരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു രീതി മാറി. ഏകദേശം ഒരു 1971 മുതല് ഈ ഒരു രീതി മാറിയിട്ട് ഈ കാണുന്ന വസ്തുക്കൾക്കൊരു സ്വന്തമായ മൂല്യം വരാൻ തുടങ്ങി. നമ്മള് ബാങ്കിന്റെ ഒരു സിസ്റ്റം എടുത്തു നോക്കുകയാണെങ്കിൽ, റിസർവ് ബാങ്ക് അങ്ങനത്തെ പോലുള്ള മറ്റുള്ള എല്ലാ ബാങ്കുകളും ഈ കൊടുത്തിരിക്കുന്ന ഈ കടപ്പത്രം അതിനെ തന്നെ ഒരു കറൻസിയാക്കി മാറ്റി. അഥവാ ഇതിന്റെ ആ ഒരു പിന്തുണയുള്ള, ഇതിന്റെ പിന്നാലെയുള്ള ആ ഒരു ഗോൾഡ് ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ, ആ ഒരു ബന്ധം അതെന്താക്കി കളഞ്ഞു, അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കളഞ്ഞു. അപ്പൊ ഇന്ന് ശരിക്കും ഈ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ കറൻസി എന്തിന്റെ സ്ഥാനത്തായി വന്നു, ആ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ആ സ്വർണ്ണ നാണയങ്ങളും അതുപോലെ തന്നെ വെള്ളി നാണയങ്ങൾ അതിൻ്റെതായ സ്ഥാനത്തേക്ക് വന്നു.
അത് എങ്ങനെയാ വന്നത്? അത് ജനങ്ങളുടെ ഉർഫനുസരിച്ച് വന്നു. ജനങ്ങളുടെ ഉർഫനുസരിച്ച് അത് അതേ സ്ഥാനത്തേക്ക് തന്നെ വന്നു. അപ്പൊ നമ്മള് പണ്ഡിതന്മാരുടെ കിതാബുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു ഹനഫി പണ്ഡിതനായ പിന്നെ ഇബ്നു ആബിദീൻ റഹിമഹുല്ലാ, നമ്മുടെ ഷാഫി മദബിലും കാണാൻ സാധിക്കും, അത് പിന്നീട് വരും. അദ്ദേഹം പറയുകയാണ്, ജനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഒരു നാണയത്തിന് വിലയും പദവിയും ഉണ്ടാകുന്നത്. ജനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഒരു നാണയത്തിന് വിലയും പദവിയും ഉണ്ടാകുന്നത്. അപ്പോ കഴിഞ്ഞ കാലഘട്ടത്തിൽ അതെന്തായിരുന്നു? അത് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളുമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു കറൻസി ആയിട്ട് ആരും ഒരിക്കലും ഒരു സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ എന്താക്കുന്നുണ്ടാവില്ല, അത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ അതിന് പകരം എന്ത് വന്നു? ഈ പേപ്പർ കറൻസി വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താക്കണം? അതിന് ഏതൊരു ഹുക്കുമാണോ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അതിന് ഏതൊരു വിധിയാണോ നമ്മൾ കൊടുത്തിരുന്നത്, അതേ വിധിയായിരിക്കും ഇതിനും ബാധകമാകുക. ഉപയോഗം അവസാനിച്ചാൽ അതിന് പിന്നെ വിലയില്ല. ഉപയോഗം അവസാനിച്ചാൽ അതിന് പിന്നെ വിലയില്ല. അപ്പോ ഈ നമ്മൾ ഈ കറൻസിയുടെ വിഷയം അത് പറയുമ്പോൾ അതിലും ഈ കാര്യങ്ങളൊക്കെയാണ് ബാധകമാകുക. ഒന്നെന്താവും? അതിൽ സക്കാത്ത് നിർബന്ധമാവും. അപ്രകാരം ആ വെള്ളി നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, അതിൽ സക്കാത്ത് നിർബന്ധമാകുമോ? ഇതിലും സക്കാത്ത് നിർബന്ധമാകും. അപ്പൊ ഈ സക്കാത്തില് ഈ വെള്ളി അതുപോലെ തന്നെ സ്വർണം, അതിൽ ഏതൊരു നിസാബാണോ അവര് ആ സമയത്ത് കണക്കാക്കിയിരുന്നത്, അതും ഇതിൽ തന്നെ ബാധകമാകും. പിന്നെ അതുപോലെ തന്നെ ഈ സ്വർണ്ണ നാണയങ്ങള്, വെള്ളി നാണയങ്ങള്, ഇതിൽ എപ്രകാരം റിബ, പലിശ വന്നിരുന്നോ അതേ കാര്യം ഇതിലും വരും. പലിശയുടെ എല്ലാ ഹുക്കുമുകളും ഇതിലും ബാധകമാകും. പിന്നെ അതുപോലെ തന്നെ മറ്റ് സാമ്പത്തികമായ നിയമങ്ങളും ഇതിലെന്താകും? ഇതിൽ ബാധകമാകും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഈ കറൻസി നോട്ടുകൾ, അതിന്റെ ഹൈസിയത്ത്, അതിന്റെ ആ ഒരു വ്യവസ്ഥ മാറിയിരിക്കും. അതിപ്പോ ഏതിന്റെ സ്ഥാനത്തേക്ക് എത്തി? ഈ ഗോൾഡും സിൽവറിന്റെ അതേ വ്യവസ്ഥയിലേക്ക് എത്തി. പക്ഷെ എന്നിരിക്കെ തന്നെയും പിന്നെ ചില പണ്ഡിതന്മാര് ഇതിൽ ഇന്നും സക്കാത്ത് ഇല്ല, അല്ലെങ്കിൽ ഇതിൽ പലിശയില്ല, ശരീഅത്തിന്റെ മറ്റു ഹുക്കുമുകൾ ഇതിൽ ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനവര് ഒരു പിൻബലം കൊടുക്കുന്നത് പിന്നെ നമ്മളെ മദ്ഹബിൽപ്പെട്ട അയിമ്മത്തുകളുടെ അക്വാലുകൾ തന്നെയാണ്. നമുക്ക് നമ്മളെ മദ്ഹബിലെ കിതാബുകൾ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. അതായത് പണ്ഡിതന്മാര് ഈ കാണുന്ന ഫിൽസ്, അല്ലെങ്കിൽ ഈ പൂർണ്ണമായിട്ടും ഗോൾഡ് അല്ലാത്ത നാണയങ്ങൾ, പൂർണ്ണമായിട്ടും സ്വർണമല്ലാത്ത നാണയങ്ങൾ, അതിൽ സക്കാത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ചില പണ്ഡിതന്മാർ അതിൽ സക്കാത്ത് ഇല്ല എന്ന് പറയുന്നു. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ആ പണ്ഡിതന്മാര്, ഉദാഹരണത്തിന് ഇമാം തർമസി റഹിമഹുല്ലാഹി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റു പണ്ഡിതന്മാര് അശ്ശറവാനി റഹിമഹുല്ലാ, ഇവരൊക്കെ അതിൽ സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അത് അന്നത്തെ കാലത്ത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കടപ്പത്രമായിട്ട് മാത്രമാണ് മറ്റേ ആ ഒരു പേപ്പറിന്റെ ആ ഒരു വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ആ ഒരു രീതികളൊക്കെ മാറി. അത് ഈ ആധുനികമായ ഷാഫി പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, ഇന്ന് ജനങ്ങൾ ഉപയോഗിക്കുന്ന പേപ്പർ കറൻസി സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിയമങ്ങൾ സ്വീകരിക്കുന്നു. അപ്പൊ ആ പണ്ഡിതന്മാര് പറഞ്ഞത് അത് അന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയിട്ടാണ്. പക്ഷെ അതിനുശേഷം, അതിന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വന്ന പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായം ഇത് തന്നെയാകുന്നു. അതായത് ജനങ്ങൾ ഉപയോഗിക്കുന്ന പേപ്പർ കറൻസി അതിന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിയമങ്ങൾ അത് സ്വീകരിക്കുന്നു. അപ്പൊ അതിനാൽ ഈ ആധുനിക നാണയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ പേപ്പർ കറൻസി, ഇതിൽ സക്കാത്ത് നിർബന്ധമാണ് എന്നുള്ള കാര്യം അതിലൊരു സംശയവുമില്ല. ഇതാകുന്ന ഒന്നാമത്തെ വിഷയം. അതായത് നമ്മൾ ഇന്ന് പിന്നെ നമ്മളെ കയ്യിലുള്ള ഈ പൈസ, ഈ പേപ്പർ കറൻസി, ഇതിൽ എന്തുണ്ട്? ഇതിൽ സക്കാത്ത് ഉണ്ട്. ഇനിയിപ്പോ അതിലില്ലാതെ തന്നെ വിചാരിച്ചോ, അതില് സക്കാത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ അവര് ഒരു പൈസയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം, ഒരു പൈസയായിട്ട് ഉപയോഗിക്കുന്ന കാര്യം, അതിന്റെ ഏതൊരു കാര്യത്തിലാണ് പിന്നെ സക്കാത്ത് വരാം? അപ്പൊ അങ്ങനെ നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചാലും നമുക്ക് ഇതിൽ തന്നെ എന്തിനെ സ്ഥിരപ്പെടുത്തേണ്ടി വരും? സക്കാത്തിനെ സ്ഥിരപ്പെടുത്തേണ്ടി വരും. ഇനി നമ്മളെ സാധാരണ ചർച്ച, അതായത് നിസാബിന്റെ ചർച്ച. അതായത് ഇവിടെ രണ്ട് നിസാബ് വരുന്നുണ്ട്. ഒന്ന് വെള്ളിയുടെ നിസാബ് വരുന്നുണ്ട്, പിന്നെ മറ്റൊന്ന് സ്വർണത്തിന്റെ നിസാബ് വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പിന്നെ നിസാബുകൾ അത് നിർണയിക്കാനുള്ള കാരണം മുമ്പ് പറഞ്ഞ പോലെ തന്നെ പഴയ കാലഘട്ടത്തിൽ വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നു, സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഇത് രണ്ടും ഒരുപോലെയായിരുന്നു. പക്ഷെ ഇന്നതിന് നല്ല വ്യത്യാസം വരുന്നുണ്ട്.
പക്ഷെ എന്നിരിക്കെ തന്നെയും പണ്ഡിതന്മാരെ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫിഖ് അക്കാഡമികൾ, അവരൊക്കെ പറയുന്നത് നമ്മൾ നിസാബ് കണക്കുകൂട്ടുമ്പോൾ അത് വെള്ളിയുടെ നിസാബ് കണക്കുകൂട്ടലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ഉചിതമായത് ഏതാണ്? നമ്മൾ വെള്ളിയുടെ നിസാബ് കണക്കുകൂട്ടുക. അതായത് വെള്ളിയുടെ നിസാബ് എന്ന് പറയുന്നത് 200 ദിർഹം, ഏകദേശം 595 ഗ്രാം. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ കണക്ക് പോലെ 1,47,000 നമ്മൾ എല്ലാ ദിവസവും നോക്കണത്. ആ ഒരു തുകയിലേക്ക്, ആ ഒരു നിസാബിലേക്ക് എന്നാണോ എന്റെ ബാങ്ക് ബാലൻസ്, നമ്മൾ ഓർമ്മിക്കണം, നമ്മളെ സക്കാത്ത് വരുന്നത് നമ്മളെ സാലറിയിലല്ല, പക്ഷെ എന്റെ അടുത്തുള്ള സേവിങ്സ്, എന്റെ ബാങ്ക് ബാലൻസ്, അതുപോലെ തന്നെ എന്റെ മറ്റ് ക്യാഷ് നിക്ഷേപണങ്ങൾ, ആ ഒരു തുക അത് എന്നാണോ ഈ പറഞ്ഞൊരു അമൗണ്ടിലേക്ക് എത്തുന്നത്, 595 ഗ്രാം സിൽവറിലേക്ക് എത്തുന്നത്, അന്ന് മുതൽ എന്റെ വർഷം സ്റ്റാർട്ടാവും. അന്ന് മുതൽ എന്റെ വർഷം സ്റ്റാർട്ടാവും. അങ്ങനെ എല്ലാ മാസവും ഞാൻ എന്റെ ഇതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വർഷം, ഒരു മാസവും തെറ്റാതെ, അല്ലെങ്കിൽ ഒരു മാസവും ഈ ഒരു പറഞ്ഞ അമൗണ്ടിൽ കുറയാതെ ഒരു വർഷം എന്റെ അടുത്ത് ഈ ഒരു നിസാബ് ഉണ്ടെങ്കിൽ അതിന്റെ 2.5% ഞാൻ കൊടുക്കേണ്ടി വരാം. അതായത് ഒരു വർഷം തുടങ്ങി ഈ നിസാബ് മുറിയാതെ ഒരു വർഷം പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ആ വർഷം അവസാനമായപ്പോൾ ആ സമയത്ത് എന്റെ അടുത്ത് എത്രയാണോ ബാങ്ക് ബാലൻസ് എന്റെ അടുത്തുള്ളത്, അതിനാണ് ഞാൻ 2.5% കൊടുക്കേണ്ടത്. അപ്പൊ ഇതിൽ സ്വാഭാവികമായിട്ടും ഈ മൂന്നാമത്തെ ഒരു ചോദ്യം കയറി. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ചിലരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് വെള്ളിയെ തെരഞ്ഞെടുത്തത്? നമുക്ക് വേണമെങ്കിൽ സ്വർണത്തെ തന്നെ തെരഞ്ഞെടുക്കാലോ. അപ്പൊ ഈ വെള്ളിയെ പ്രധാനമായിട്ടും തെരഞ്ഞെടുക്കാനുള്ള കാരണം ഒന്നെന്താന്ന് വെച്ചാല്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ സക്കാത്തില് അത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ അവകാശത്തെക്കാളും അതില് ആരുടെ അവകാശം കൂടിയുണ്ട്? ഫുഖറാക്കളുടെ അവകാശങ്ങളുണ്ട്, അല്ലെങ്കിൽ സക്കാത്തിന്റെ മറ്റ് മസാരിഫുകൾ, അവരുടെ അവകാശം കൂടി അതിലുണ്ട്. അപ്പൊ ഈ പാവപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമ്മൾ സിൽവറിന്റെ നിസാബ് എടുത്താലാണ്. സിൽവറിന്റെ നിസാബ് എടുത്താലാണ് പാവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതിൽ പ്രയോജനം ലഭിക്കുന്നത്. മറ്റ് സമ്പത്ത് പുനർവിതരണം എന്താ പറയാ നടക്കുമെന്നുള്ള കാര്യം. പക്ഷെ എന്തെല്ലായാലും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, ദരിദ്രർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമ്മൾ വെള്ളി നിസാബ് അടിസ്ഥാനപ്പെടുത്തുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ടാണ് വെള്ളി നിസാബ് വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോ നമ്മളെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. അതായത് ഈ വർഷത്തിനിടയിൽ കയറി വരുന്ന ഓരോ മറ്റേ നമ്മളെ ഇൻകം, നമ്മളെ റെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടി, അപ്പോ ശരിക്കും നമുക്ക് കിട്ടുന്ന ഓരോ പൈസ അതിന്റെ സക്കാത്ത് നിർബന്ധമാകാന് ഒരു ഹൗല് പൂർത്തിയാകുമ്പോ തന്നെയാണ്. അതിന്റെ സക്കാത്ത് നിർബന്ധമാകാന് ഒരു ഹൗല് പൂർത്തിയാകുമ്പോ തന്നെയാണ്. പക്ഷെ എന്നിരിക്കെ തന്നെ ഇതുപോലെ എളുപ്പത്തിന് വേണ്ടി എന്താക്കുക, നമ്മളെ ആദ്യത്തെ ക്യാഷ് ബാലൻസ്, ആ നമ്മളെ സേവിങ്സ് എപ്പോഴാണോ അതിനൊരു വർഷം തികയുന്നത്, അപ്പൊ തന്നെ അതിന്റെയും കൂടി നമ്മൾ സക്കാത്ത് കൊടുത്താൽ അത് എളുപ്പമായിരിക്കും. അതിനിതുവരെ സക്കാത്ത് നിർബന്ധമായിട്ടില്ല. ആ എക്സ്ട്രാ കയറി വന്ന ക്യാഷിന് ഇതുവരെ സക്കാത്ത് നിർബന്ധമായിട്ടില്ല. പക്ഷെ താജീല് നമ്മൾ മുൻകൂട്ടി സക്കാത്ത് കൊടുക്കുക എന്നുള്ളൊരു വകുപ്പ് വെച്ചുകൊണ്ട് എന്താക്കുക. മാത്രമല്ല കാൽക്കുലേഷൻ അതിനായിരിക്കും എളുപ്പം. പിന്നീട് ചിലപ്പോ ഓരോ മാസവും ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഓരോ ആഴ്ചയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത്, നമുക്കിങ്ങനെ കയറി വരുന്ന ഓരോ പൈസ അത് നമ്മൾ ഏതൊരു സേവിങ്സ് വെച്ചാണോ ഈ സക്കാത്തിന്റെ ഹൗല് തുടങ്ങിയത്, അത് എപ്പോഴാണ് നമുക്ക് ബാധകമാകുന്നത്, എപ്പോഴാണ് നമുക്ക് കൊടുക്കാൻ നിർബന്ധമാകുന്നത്, അതേ സമയം തന്നെ ഇതിന്റെ എല്ലാം സക്കാത്ത് നമ്മൾ കൂട്ടിക്കൊടുക്കലായിരിക്കും ഏറ്റവും എളുപ്പമായ മാർഗം. അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എളുപ്പമാക്കി തരുമാറാകട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഈ ഷെയർ മാർക്കറ്റില് നമ്മളൊരു 10 ലക്ഷം നിക്ഷേപിച്ചു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് 10ൽ 7ആയി. ഒരു മാസം ഇങ്ങനെ കുറഞ്ഞു കൂടി, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ 10ൽ ഒരു 15ആയി. ഓരോ മാസം കുറഞ്ഞും കൂടി. അപ്പോൾ ഏതിനാ സക്കാത്ത് എത്ര കൊടുക്കണ്ടേ? ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. പക്ഷേ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ ഷെയർ മാർക്കറ്റിൽ നമ്മൾ പൈസ ഇട്ടു,
അപ്പോൾ എന്നാണോ അതിന്റെ നമ്മൾ വെക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാവുമല്ലോ, ആ പോർട്ട്ഫോളിയോന്റെ എമൗണ്ട് പിന്നെ ഏതൊരു മാസത്തിലാണോ അത് ഈ പറയുന്ന നിസാബിനെത്തുക അന്ന് മുതൽ തുടങ്ങും. അന്ന് മുതൽ തുടങ്ങിയിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഒരു വർഷം മറ്റേ പൂർണ്ണമായിട്ടും കഴിയുമ്പോൾ അന്നത്രയാണ് അമൗണ്ട് ഉണ്ടാകുക, പിന്നെ അതിലേക്ക് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഇത് തിജാറത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ഇൻഷാ അല്ലാഹ് ആ സമയം വരുമ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് വരും. അത് നിങ്ങള് ഇപ്പോ 10 ലക്ഷം ഇടുന്നതെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം സക്കാത്ത് നിർബന്ധമാകാൻ ഒരളവ് നിശ്ചയിച്ചിട്ടുണ്ട്, നിസാബ് എന്ന് പറയും. അപ്പൊ അതിന് 1.47 അത് 1.48 അടുത്ത് വരുന്നുണ്ട്, ഏകദേശം 1,48,000. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരം 10 ലക്ഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്, ഷെയർ മാർക്കറ്റിൽ ഇട്ടത്. ആ 10 ലക്ഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് സക്കാത്ത് നിർബന്ധമാകുന്ന ഒരു അളവെത്തിയതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് തിജാറത്താണ്, കച്ചവടമാണ്. ഷെയർ മാർക്കറ്റ് ഒരു കച്ചവടമാണല്ലോ. അപ്പൊ നിങ്ങൾ അതിൽ എത്ര കുറച്ചിട്ടാലും കൂടുതൽ ഇട്ടാലും ഇട്ടത് മുതൽ അങ്ങോട്ട് ഒരു വർഷം കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് പ്രകാരം 15 ലക്ഷം ഉണ്ടെങ്കിൽ ഈ 15 ലക്ഷത്തിന്റെ 2% കൊടുക്കേണ്ടി വരും. താഴെ 10-നേക്കാൾ താഴെയാണെങ്കിലും നിങ്ങൾ കൊടുക്കണം. പക്ഷെ 1.47 പറഞ്ഞില്ലേ, അതിനേക്കാളും കുറവാകുകയാണെങ്കിലാണ് കൊടുക്കാൻ നിർബന്ധം. എങ്ങനെ? അതായത് അങ്ങനെ 8 10 പിന്നെ 7 കുറഞ്ഞു, അപ്പൊ 7 കൊടുത്താൽ മതി. നമ്മൾ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് നിസാബിനേക്കാൾ കൂടുതലുള്ളത് എത്രയാണോ, അപ്പൊ നിങ്ങൾ 10 ഇട്ടാൽ അത് 15 വർദ്ധിച്ചാൽ 15 കൊടുക്കണം. 10-നേക്കാൾ കുറഞ്ഞു 9 ആണെങ്കിൽ അല്ലെങ്കിൽ 7 ആണെങ്കിൽ 5 ആണെങ്കിൽ അതിൻ്റെത് കൊടുത്താൽ മതി. അതുപോലെ ഈ ബിസിനസിന്റെ തന്നെ ചോദിക്കുന്നത്, 10 ലക്ഷത്തിന് നമ്മള് കച്ചവടം തുടങ്ങി, ഒരു വർഷമായി. അപ്പോൾ പിന്നെ അതിൽ നമ്മൾ വീട് വാങ്ങി, ഒരു കാറ് വാങ്ങി, കുട്ടികളെ വിദ്യാഭ്യാസം ഒക്കെ ചെയ്തു. പിന്നെ ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 10 ലക്ഷത്തിൽ ഒരു 8 ലക്ഷം ഉള്ളൂ. പിന്നെ സ്റ്റോക്ക് എടുക്കുമ്പോ അപ്പൊ അവിടെ സക്കാത്ത് എങ്ങനെ കൊടുക്കണം? ആ സ്റ്റോക്കിന് കൊടുത്താൽ മതി, കരാർ സ്റ്റോക്കിന് മാത്രം എടുത്താൽ മതി. ഇനി അടുത്ത ചോദ്യം ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാവുന്ന. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, പല ആളുകളും ക്ലാസ്സുകൾ നടത്തിയപ്പോൾ ഈ സക്കാത്ത് നിർബന്ധമാകുന്ന പരിധി, ത്രഷോൾഡ്, നിസാബ് എന്ന് പറയാം അറബിൽ, അതാരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. കുറെ പേര് അത് ശ്രദ്ധിക്കാതെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെയും 1,00,000, 50,000, 90,000 എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ ഒരു ത്രഷോൾഡ് ഉണ്ട്, അഥവാ നിസാബ്, സക്കാത്ത് നിർബന്ധമാകുന്ന ആ പരിധി. അതിന് താഴേക്ക് വന്നാൽ പിന്നെ അവിടെ സക്കാത്ത് ഇല്ല. അതിന് മുകളിലേക്ക് വരുമ്പോഴാണ് ഇപ്പൊ പറഞ്ഞ ഷെയർ മാർക്കറ്റിലാണെങ്കിലും പോർട്ട്ഫോളിയോ ഈ പറഞ്ഞ പോലെ ത്രഷോൾഡ് തുകയേക്കാൾ താഴേക്കായി കഴിഞ്ഞാൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നിസാബ് എത്തുന്നില്ല, അതുകൊണ്ട് അവിടെ കൊടുക്കേണ്ടതില്ല. ഒന്നേ 45 എന്ന് പറഞ്ഞത് ശരി, അത് അതിന്റെ മേലുണ്ടെങ്കിൽ കൊടുക്കണം തന്നെയാണ്. പക്ഷെ ഈ 10-ന്റെ 7 അങ്ങനെ 6 ആവുമ്പോ ആ സംശയം ചോദിക്കണം, അതിനങ്ങൾ മറുപടി പറയണ്ടേ. അല്ല ഈ 1 ലക്ഷം 1.45 കൊടുക്കാൻ ഞങ്ങൾക്ക് അറിയാം. നമ്മളത് 10-ൻ്റെത് പിന്നെ 7 വരെ കുറഞ്ഞു വരുമ്പോഴും ഇതിന് ചെലവ് നമ്മൾ പലതും, വീട്, കാറ്, ആഡംബരമായിട്ട് പലതും ചെയ്യണ്ടല്ലോ, അതിനൊക്കെ സക്കാത്ത് കൊടുക്കണമെന്നില്ലൊക്കെ. അതെ അതെ, ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ചെലവുകളൊക്കെ കഴിച്ച്, ചെലവുകളൊന്നും നമ്മൾ നോക്കേണ്ടില്ല, നമ്മുടെ ആവശ്യ കാര്യങ്ങൾ വരുന്നതാണല്ലോ. അത് കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ എത്രയുണ്ടോ അത്ര അതിന് സക്കാത്ത് കണക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു വർഷം അടിച്ചു പൊളിച്ച് ചെലവാക്കി, ടൂറൊക്കെ പോയി ഭയങ്കര ലാവിഷായി ചെലവാക്കി, കയ്യിലൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഞാനത് എന്റെ അടിസ്ഥാന ചെലവിന്റെ ഭാഗമായിട്ട് കൂട്ടുകയാണെങ്കിൽ എനിക്കതിന്
ക്കും പകരമായിട്ട് ഒരു പേപ്പറിൽ ഒരു കടപ്പത്രം എന്നതൊക്കെയാണ് എഴുതി കൊടുത്തിരുന്നൊക്കെ അതേ മൂല്യത്തിലേക്ക് പിന്നെ കൊണ്ടുവന്നതാണ് ഈ ഇല്ലത്തെടുത്തുകൊണ്ട്. അപ്പൊ ഖിയാസ് ദലീലായിട്ട് പറയാം. ഖിയാസ് ദലീൽ. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ വിഷയം അവതരിപ്പിച്ച മുഫ്തി അബ്ദുൽ ജലാൽ ഉസ്താദ് അവർകളെ വിപുലമായ രൂപത്തിൽ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഇൽമിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.